ഇന്നൊരു വീക്കെൻഡ് ഈവനിംഗ് ബ്ലോഗാണ്. വീക്കെൻഡാണ് ഞങ്ങൾ യൂഷ്വലി ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുന്നത്, മോസ്റ്റ്ലി ഫ്രൈഡേയ്സ്. വൈകുന്നേരം ചായ കുടിച്ച് കുട്ടികളെയും റെഡിയാക്കി ഞങ്ങളും റെഡിയായി പതിയെ പുറത്തേക്കിറങ്ങി. ആദ്യം തന്നെ ലുലുവിലേക്കാണ് പോകുന്നത്. കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനുള്ള സ്നാക്സ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിന് വളരെ അടുത്താണ് ലുലു. ഒരു 5 മിനിറ്റ്സ് ഡ്രൈവ് അത്രയേ ഉള്ളൂ. മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം ഇൻഗ്രീഡിയൻസ്, ഈവൻ യൂട്ടൻസിൽസ് എല്ലാം ലുലുവിൽ കിട്ടും. ഈ എവറിത്തിങ് അണ്ടർ വൺ റൂഫ് എന്ന് പറഞ്ഞില്ലേ, അതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും ഷോപ്പിങ്ങിന് ലുലുവിലേക്കാണ് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്രഞ്ച് വെനില ഫ്രം ടിം ഹോർട്ടൻസ്. ഒരു വെറൈറ്റിക്ക് വേണ്ടി വേറെ പല ഡ്രിങ്ക്സും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും വി ഓൾവേസ് ഗോ ബാക്ക് ടു ഫ്രഞ്ച് വെനില. ഇറ്റ്സ് എ 10 on 10. ഞാനിപ്പോൾ ഷുഗർ ഇൻടേക്കൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വാങ്ങിയില്ല. എന്നാലും അവരുടെ കോഫിയിൽ നിന്ന് 2 സിപ്പൊക്കെ ഞാൻ എടുക്കും. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് സ്നാക്സ് ഉണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ക്രുസോൺ ആണ്. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണോ എന്നറിയില്ല, ഞാൻ ക്രുസോൺ എന്നാണ് പറയുന്നത്. ഒരു ക്രീം ചീസ് ഫീലിംഗ് ഒക്കെ വെച്ചിട്ട് ഫ്രഷ് ആയിട്ട് അവർ ബേക്ക് ചെയ്ത് സോഫ്റ്റ് ക്രുസോൺസ് തരും. ഭയങ്കര യമ്മിയാണ് കഴിക്കാൻ. ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് കണ്ടിട്ട് നൈല കുറച്ച് ക്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെ ഇടാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ കോഫിയൊക്കെ എടുത്ത് ഞങ്ങൾ പതിയെ ഷോപ്പിങ്ങിലേക്ക് കടന്നു. ഈ ഡിലൈറ്റിന്റെ ചോക്ലേറ്റ് ചിപ്പ് കുക്കി നല്ല ടേസ്റ്റ് ആണ്. 9.5 റിയാലിന് നമുക്ക് 4 പാക്കറ്റാണ് കിട്ടുന്നത്. അത് ഓഫർ പ്രൈസ് ആയിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ലുലുവിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് നല്ല ഓഫേഴ്സും ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പരിപാടികൾ ഉള്ളത് കൊണ്ട് ആവശ്യമുള്ള അയലുകളിലേക്ക് മാത്രമേ പോകാവുള്ളൂ എന്ന് തീരുമാനിച്ചു വന്നാലും ഇടയ്ക്ക് വഴിതെറ്റി പോവാറുണ്ട്. സീ ഫുഡ് സെഷനിൽ വന്നപ്പോൾ സാമൺ നല്ല ഓഫറിലുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് ഫിഷ് വാങ്ങിക്കാറില്ല. ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ നിന്ന് ഡയറക്റ്റ് ആണ് വാങ്ങിക്കാറുള്ളത്. ഇവിടെ എല്ലാ ഫിഷും നമുക്ക് ക്ലീൻ ചെയ്ത് തരില്ല. മാത്രമല്ല ചില സമയത്ത് അത്ര ഫ്രഷ് ആയും തോന്നാറില്ല. നൈല അവളുടെ ഫേവറേറ്റ് ചിക്കൻ ലോലിപോപ്സ് ഉണ്ടാക്കാനുള്ള ലെഗ് ഒക്കെ എടുത്ത് കാട്ടിലിടുന്നുണ്ട്. അതിനുശേഷം ഒരു മൺചട്ടി എടുക്കാനായിട്ട് ഞാൻ കുക്കിംഗ് യൂട്ടൻസിൽസിന്റെ അയലിലേക്ക് പോയി. അവിടെ ബ്രാസിന്റെ നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഞാൻ മാക്സിമം ഇവിടുന്ന് പാത്രങ്ങൾ ഒന്നും തന്നെ വാങ്ങിക്കാറില്ല. വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാറാണ് പതിവ്. എൻ്റെ ഫിഷ് കറി വെക്കുന്ന മൺചട്ടി പൊട്ടിപ്പോയി. അപ്പോൾ അതൊന്ന് വാങ്ങിക്കണം. അങ്ങനെ അയലിൽ വന്നപ്പോൾ ഞാനൊരു ക്ലേ വെച്ചിട്ടുള്ള ഒരു പുട്ടുകുറ്റിയും കുടവും കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. സാധാരണ അലൂമിനിയം, സ്റ്റീൽ ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ എനിക്ക് ക്ലേ പോട്ട് അവിടെ നിന്ന് കിട്ടിയില്ല. വളരെ ചെറിയ ക്ലേ പോട്ട് അവിടെ ഇരുന്നത്. എനിക്ക് വേണ്ടത്ര സൈസിലുള്ള ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേറൊരു ഷോപ്പിൽ പോയിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനത് അവിടെ വെച്ചു. ഞാൻ ഇങ്ങനെ ഷോപ്പിങ്ങിന് വരുമ്പോൾ ചെയ്യാറുള്ളൊരു കാര്യം, എൻ്റെ ഫോണിലൊരു ഷോപ്പിംഗ് ലിസ്റ്റ് ഞാൻ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ഞാൻ മാക്സിമം അതിലുള്ള സാധനങ്ങളെ എടുക്കാറുള്ളൂ. നമ്മൾ ഇതുപോലെ ഒരുപാട് ഓഫേഴ്സ് കാണുമ്പോൾ നമ്മൾ അറിയാതെ ലാഭമാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത പല സാധനങ്ങളും എടുത്തു പോകും. അത് ഒഴിവാക്കാൻ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഷോപ്പിങ്ങിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു അയലാണല്ലോ ചോക്ലേറ്റ് സെഷൻ. അവിടെ പോയി കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ കുട്ടികൾക്ക് എടുത്തു. പിന്നെ എനിക്ക് കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള മിസ്ലേനിയസ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്തു. കുട്ടികൾക്ക് ഞാനങ്ങനെ ഒരുപാട് അൺഹെൽത്തി സ്നാക്സ് ഒന്നും കൊടുക്കാറില്ല. പക്ഷെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് വൺസ് ഇൻ എ വൈൽ ഞാൻ ചിപ്സും ഫ്ലേവേർഡ് പോപ്കോൺ ഒക്കെ വാങ്ങാറുണ്ട്. ഈ ബ്രാൻഡിന്റെ ക്രീം ചീസ് ബ്രെഡ് നല്ല ടേസ്റ്റ് ആണ്. ഞാൻ എൻ്റെ സാൻഡ്വിച്ചുകളിലും റോളുകളിലും ഒക്കെ മയണൈസിന് പകരം ഇതാണ് യൂസ് ചെയ്യുന്നത്. പല ഫ്ലേവേഴ്സിലുണ്ട്. പക്ഷെ ഗാർലിക് ആൻഡ് ഹെർബ് ആണ് എൻ്റെ ഫേവറേറ്റ് ഫ്ലേവർ. ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ ലോട്ടസ് ബിസ്കോഫ് എടുക്കാൻ വന്നതാണെങ്കിലും കിട്ടിയില്ല. അവിടെ ഇരിക്കുന്നതെല്ലാം ഫില്ലിംഗ് ഉള്ളത്, പ്ലെയിൻ ആയിട്ടുള്ളതില്ല. ഈ ഫ്രൂട്ട് ബ്രാൻഡിന്റെ ഫ്രൂട്ട് പൾപ്പ് ശരിക്കും നമുക്ക് നാച്ചുറൽ ആയി തന്നെ തോന്നും. മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനും ഐസ്ക്രീം ഉണ്ടാക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. നൈല അതിനിടയ്ക്ക് അവിടെ എന്തൊക്കെയോ ഫുഡ് ഐറ്റംസ് സാമ്പിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഏത്തപ്പഴത്തിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഏത്തപ്പഴവും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ എടുത്തു. നൈല വന്നിട്ട് അവളുടെ ഫേവറേറ്റ് സ്നാക്സ് ഒക്കെ എടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. മോള് സ്കൂളിൽ വെജിറ്റബിൾസ് ആണ് സ്നാക്കായിട്ട് കൂടുതലും കൊണ്ടുപോകുന്നത്, പിന്നെ ഫ്രൂട്ട്സും. അവൾക്ക് റോ ആയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഇഷ്ടമാണ്. പിന്നെ ചെറി ടൊമാറ്റോസ്, ബേബി ക്യാരറ്റ്സ്, ക്യുക്കമ്പർ ഒക്കെയാണ് ഏറ്റവും ഇഷ്ടം. നമ്മുടെ നാട്ടിൽ പണ്ട് 100 രൂപയുടെ സാമ്പാർ കിറ്റ് കിട്ടുമായിരുന്നു. ഇപ്പം എത്രയാണെന്നറിയില്ല. ഒരു സാമ്പാർ കിറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു അവിയലിനും ഒരു സാമ്പാറിനുമുള്ള വെജിറ്റബിൾസ് ഉണ്ടാവും. ഇവിടെ അതുപോലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സെക്ഷനിൽ തന്നെ കുറെ പൂച്ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം ഷോർട്ട് ലിഫ്റ്റ് ആണ്. ഭംഗി കണ്ട് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുചെന്നു ഫ്യൂ ഡേയ്സിനകം തന്നെ എല്ലാം ചീഞ്ഞു പോകും. പക്ഷെ ഡിഫറെന്റ് കളേഴ്സിൽ അതിങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിക്കുള്ള കുറച്ച് ബെറീസ് ഒക്കെ എടുത്തു. നിങ്ങൾ ഈ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടോ? ഇതിന്റെ പേരാണ് പ്രിക്കി പെയർ. ഞാൻ ഇവിടെ വന്ന് ഒരുപാട് എക്സോട്ടിക് ഫ്രൂട്ട്സ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഇതുവരെ കഴിച്ചിട്ടില്ല. ഇനി ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ യൂഷ്വലി എടുക്കുന്നതിലും കൂടുതൽ സമയം ഇന്ന് ഷോപ്പിങ്ങിന് എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുത്ത് കാർട്ടിലേക്ക് ഇട്ട് ബില്ല് ചെയ്തു. അതിനുശേഷം ബേക്കറി സെക്ഷനിലേക്ക് വന്ന് കുറച്ച് ബേക്ക്ഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു.
ഇവിടെ ഒരുപാട് അറബിക് സ്വീറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ ആം ഓൺ ഷുഗർ കട്ട്, അതുകൊണ്ട് ഞാൻ ഒന്നും തന്നെ വാങ്ങിയില്ല. സാൻഡ്വിച്ചിന് വേണ്ടിയുള്ള സോർട്ടോ ബ്രെഡ് എടുത്തു. അതിനുശേഷം ഫുഡ് സെക്ഷനിൽ പോയി കുറച്ച് ഫുഡൊക്കെ സാമ്പിൾ ചെയ്തു, ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ചു. വീക്കെൻഡ് എപ്പോഴും ഡിന്നർ പുറത്തുനിന്നാണ് കഴിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒന്നും വാങ്ങിയില്ല. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം ഒരുവിധം കഴിഞ്ഞ് സാധനങ്ങളൊക്കെ കാർട്ടിലാക്കി ഞങ്ങൾ ബില്ലിംഗ് കൗണ്ടറിൽ പോയി ബില്ല് ചെയ്തിറങ്ങി. നാളെ മോൾക്ക് സ്കൂളിൽ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോക്കിങ്സ് വാങ്ങാൻ ഞാൻ റെഡ് ടാഗിലേക്ക് വന്നു. വേറെ ഒരുപാട് ഷോപ്സിൽ നോക്കിയെങ്കിലും മോൾക്ക് സ്കൂളിൽ നിന്ന് പറഞ്ഞ സ്പെസിഫിക് കളറിലെ സ്റ്റോക്കിങ്സ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ചെറുതായി വിന്റർ ആയി തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല വിന്റർ കളക്ഷൻസ് വന്നിട്ടുണ്ട്. പോയ കാര്യം ആദ്യം തന്നെ കഴിഞ്ഞെങ്കിലും വന്ന സ്ഥിതിക്ക് എല്ലാ സെക്ഷനിലും കയറി ഇറങ്ങി സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയില്ലെങ്കിൽ ഒരു മനസമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡും കുട്ടികളും കാറിൽ തന്നെ ഇരുന്നോളാമെന്ന് ആദ്യമേ പറഞ്ഞു. ക്ലോത്തിങ് സെക്ഷനിൽ പോയി കഴിയുമ്പോൾ എന്നെ കാണുമ്പോൾ എനിക്ക് CID മൂസയിലെ ബിന്ദു പണിക്കരെയാണ് ഓർമ്മ വരുന്നത്. അവിടെ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ബാഗ് ചാംസ്, നോട്ട്ബുക്സ്, പെൻസിൽ പൗച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒന്നും അത്ര തന്നെ എക്സ്പെൻസീവ് അല്ല, എല്ലാം ഒരു 10, 15, 20 റിയാലിനകത്താണ് വരുന്നത്. ഫുഡ്വെയർ കളക്ഷൻസും ഉണ്ടായിരുന്നു. വിന്റർ ആയതുകൊണ്ട് തന്നെ വിന്റർ ബൂട്ട്സ് ആണ് കൂടുതലായി ഉണ്ടായിരുന്നത്. ഹസ്ബൻഡും കുട്ടികളും വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് എല്ലാ സെഷനും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പറ്റിയതൊക്കെ നോക്കി പർച്ചേസ് ചെയ്ത സാധനം ബില്ല് ചെയ്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം ഞങ്ങൾ നേരെ ഫിഷ് മാർക്കറ്റിലേക്ക് പോയി. ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഫിഷ് സ്റ്റോൾസ് ഒക്കെ ഓൾമോസ്റ്റ് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വീക്കിലേക്ക് വേണ്ടി കുറച്ച് ഫിഷസ് ഒക്കെ വാങ്ങി. അപ്പോഴേക്കും നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. ഫിഷ് മാർക്കറ്റിനടുത്ത് തന്നെ ഒരു നല്ല സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, ആൻഡ് ദേ ഹാവ് ദ ബെസ്റ്റ് ഫിഷ് ബിരിയാണി ഇൻ ടൗൺ. ഇനിയും ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ട് തന്നെ വി ഡിസൈഡഡ് ടു ഗോ ദെയർ. അവിടെ ഒരുപാട് ലൈവ് ഫിഷസും വെച്ചിട്ടുണ്ട്. വി ക്യാൻ ചൂസ് അവർ ഫിഷ് ഫ്രം ദാറ്റ് ആൻഡ് ദേ വിൽ പ്രിപ്പയർ ഇറ്റ് അക്കോർഡിംഗ് ടു അവർ ലൈക്കിംഗ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് മുകളിൽ റെസ്റ്റോറൻറ്റിൽ പോയി വെയിറ്റ് ചെയ്തു. ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫുഡ് എത്തി. നല്ല യമ്മി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി ആയിരുന്നു. ഫിഷൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു. ഇവർ ഹമൂർ എന്ന് പറഞ്ഞൊരു ഫിഷാണ് ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നൈല ആദ്യം കഴിക്കുന്നത് ഫുഡിലുള്ള ലെമൺസ് ആണ്. നമ്മൾ ക്യാൻഡി കഴിക്കുന്ന പോലെയാണ് പുള്ളിക്കാരി ലെമൺസ് ഇങ്ങനെ എൻജോയ് ചെയ്ത് കഴിക്കുന്നത്. മോൾക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞ് അവർ രണ്ടാളും കൂടി നെക്സ്റ്റ് ഡേ സ്കൂളിലേക്കുള്ള ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത കുനാഫ എത്തി. കുനാഫയും കഴിച്ച് ഞങ്ങൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങി. നേരെ വീട്ടിലേക്ക് പോകാനായിരുന്നു പ്ലാനെങ്കിലും ഇടയ്ക്ക് വെച്ച് റൂട്ട് മാറി ഒന്ന് പാർക്കിൽ കയറി. എനിക്കിവിടെ സൗദിയിൽ ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളിലൊന്നാണ് ഇവിടുത്തെ പബ്ലിക് പാർക്സ്. എവറി 3 കിലോമീറ്റർ റേഡിയസിൽ നമുക്കൊരു 2 പാർക്കെങ്കിലും മിനിമം കാണാൻ പറ്റും. ഓരോ പാർക്കിലും കുട്ടികൾക്കായിട്ട് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള പ്ലേ ഏരിയാസും ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഫ്രഷ് വാട്ടറും നല്ല വാഷ്റൂംസും ഒക്കെ ഉണ്ടാവാറുണ്ട്. വാക്ക് വേസ് നല്ല വൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ജോഗിംഗ്, സൈക്ലിംഗ്, വാക്കിംഗ് പോലുള്ള ആക്ടിവിറ്റീസിനും വരാം. കോസ്റ്റ് എഫക്റ്റീവായി വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ നോക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഇവിടെയുള്ള പാർക്സ് ആൻഡ് ബീച്ചസ്. കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയി. നാളെ മോൾക്ക് സ്കൂളിൽ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. സോ ഷീ നീഡ്സ് ടു ഗോ ടു ബെഡ് ഏർലി ആൻഡ് ഐ ഹാവ് ടു ഡു സം പ്രിപ്പറേഷൻസ് ഫോർ ദാറ്റ്. സോ ദാറ്റ്സ് ഇറ്റ്. വളരെ ബിസി ആയിട്ടുള്ള ഒരു ഈവനിങ് ആയിരുന്നു. Until next time, bye bye.